ഇന്നുണ്ടല്ലോ നമ്മൾ ഉമ്മാന്റെ തറവാട്ടിലേക്ക് പോകാൻ കേട്ടോ. ഉമ്മാന്റെ തറവാട്ടിൽ ഒരു 5 പുതിയതായിട്ട് അതിഥികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളിപ്പോൾ നമ്മളെ കോട്ടേഴ്സാണ്. ഇവിടെ വണ്ടിയും വെച്ചിട്ട് നമ്മൾ താഴേക്ക് നടക്കുകയായിരുന്നു. റബ്ബർ തോട്ടത്തിലാണ് നടന്ന് പോയിനി. ഉപ്പയും ഉമ്മയും അതുപോലെ മോനും മോളെല്ലാം ജീപ്പിൽ പോകാനുണ്ടായിനി. ജീപ്പേ താഴേക്ക് ഇറങ്ങൂലു. കുറച്ച് കുണ്ടും കുഴിയിലെ സാധാ കട്ട് റോഡാണ്. അപ്പോൾ കാറൊന്നും ഇറങ്ങൂല. കാർ അവിടെ വെച്ചിട്ട് നമ്മൾ നടക്കുക. ഇതിന് റബ്ബർ തോട്ടത്തിലേ നമ്മൾ നടന്ന് പോയിനി. കുറച്ച് നടക്കാനുണ്ട്, ദൂരമുണ്ട് കുറച്ച് നടക്കാൻ. അതിൻ്റെ ഇത് എൻ്റെ ഉപ്പാൻ്റെ കവുങ്ങും തോട്ടാണ്. കവുങ്ങെല്ലാം കുറച്ചെല്ലാം ഉഷാറായിട്ടുണ്ട്. മാഷാഅല്ലാ. ഭയങ്കര കാട് പിടിച്ച് കിടക്കാം കേട്ടോ. ഇവിടെ എല്ലാം ഭയങ്കര ഫുള്ള് കാടാണ്. വീട്ടിന് ചുറ്റും മാത്രം കുറച്ചൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അധികം ആളൊന്നും താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും ഇടയ്ക്കലേ പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒന്നാമത്തെ അതിഥി. കുത്തൊന്നും ചെയ്യില്ല, പാവമാണ്, പ്രശ്നമൊന്നുമില്ല. ഞാൻ പിന്നെ അധികം അടുത്തേക്ക് പോയിട്ടേ എനിക്ക് കുറച്ച് പേടിയുണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകാൻ. എല്ലാവരും തീറ്റ തിന്നുകൊണ്ട് നിൽക്കുകയാണ്. 3 ആളെ ഞാൻ കിട്ടിയിട്ട് എനിക്ക്, ബാക്കി 2 ആളും അവിടെ എവിടെയെല്ലോ ഉണ്ട്. നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ ഇതാ മൾബറി എല്ലാം പിടിച്ചിട്ടുണ്ട്. മൾബറി പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് തിന്നാൻ, നല്ല മധുരമെല്ലാം ഉണ്ട്. മോന് പാലെടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ബക്കറ്റും ഒരു കുഞ്ഞി ബക്കറ്റുമായിട്ട് അവൻ പാലെടുക്കാൻ പോവാണ്. പാലെടുക്കാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. എൻ്റെ ഉമ്മാരെ പച്ചക്കറിയാണ്. ഉമ്മ കുറച്ച് പച്ചക്കറിയെല്ലാം നട്ട് ഇതാക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഉമ്മക്ക്. അങ്ങനത്തെയെല്ലാം ഇത് പടവലും പിന്നെ ക്യാബേജ് അങ്ങനെ എന്തൊക്കെയോ ഉമ്മ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഇതില്ല. അതിൻ്റെ ഉമ്മ പറഞ്ഞു പോത്തിന് കാടി കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനും മോനും കൂടി പോത്തിന് കാടി കൊണ്ട് കൊടുക്കാൻ പോവാണ്. എനിക്ക് കുറച്ച് പേടിയുണ്ട് അതിൻ്റെ അടുത്തേക്ക് കൊണ്ട് കൊടുക്കാൻ. ഞാൻ മെല്ലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് മാറി. ഒരാൾക്കേ കൊടുക്കാനില്ല ഉണ്ടായിട്ട്, ബാക്കിയുള്ളവർക്കൊന്നും ഉണ്ടായിട്ടോ, കുറച്ചേ ഉണ്ടായിട്ട്. ഒരാൾക്ക് കൊടുത്തിട്ട് അപ്പുറം ഒന്നുണ്ട് പോത്ത്. എന്നിട്ട് മോൻ പേടിച്ചിട്ടാണ് ഓടിപ്പോയിനി. മോൻ പാലെടുക്കാൻ തുടങ്ങി. മോന് പാലെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ കുത്തി ഇരുന്നിട്ടാണ് പാലെടുക്കൽ. എല്ലാവരും നിന്നിട്ടാണ് പാലെടുക്കൽ, അവൻ എല്ലാം ഇരുന്നിട്ടാണ് പാലെടുക്കൽ. പക്ഷെ കൈക്കും കാലിനും എല്ലാം ആക്കും. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്, പണിയെല്ലാം എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൈക്ക് ഫുള്ളാക്കിയിട്ടുണ്ട് പാലെടുത്തിട്ട്. വലിയൊരു റബ്ബർ തോട്ടാണ്. പാലെടുക്കാൻ വേണ്ടി നടന്ന് പോകുന്നുണ്ട് മോന്. അതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ തോട്ടത്തിലെല്ലാം നിറച്ചും കാന്താരി തൈ അവിടെ ഇവിടെ എല്ലാം ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് കാന്താരി ഞാൻ പറിച്ച്, കുറച്ച് മാത്രമേ പറിച്ചുള്ളൂ. ഇത് കുരുമുളക് വള്ളിയാണ്. ഇപ്പം പൈപ്പിൻ്റെ മുകളിലാണ്, PVC പൈപ്പല്ലേ അതിൻ്റെ മുകളിൽ ഇപ്പം കയറ്റി വിടല്. അപ്പോൾ നല്ലോണം കുരുമുളക് നല്ലോണം പിടിക്കുകയൊക്കെ ചെയ്യും. ഇത് വെച്ചതേ ഉള്ളൂ. മോൻ ബക്കറ്റും എടുത്തിട്ട് ഓടി വരുന്നുണ്ട്. അതിൻ്റെ പോത്തിനെ തൊടണം എന്നെല്ലാം പറഞ്ഞിട്ട് 2 പേരും കൂടി പോത്തിനെ തൊടുന്നുണ്ട്. മോന് കുറച്ച് പേടിയുണ്ട്, എന്നാലും അവൻ മെല്ലെ തൊടുന്നുണ്ട്. പക്ഷെ മോക്ക് പേടിയൊന്നുമില്ല. മോക്ക് വളരെ ഇഷ്ടമാണ് തൊടാനും ആക്കാനും. പോത്തേ എന്നൊക്കെ വിളിച്ചിട്ട് അവള് തൊടുന്നൊക്കെ ഉണ്ട്. 2 പേരും കൂടി അടിച്ച് തിന്നുന്നുണ്ട്. 5 അതിഥികളാണ് കേട്ടോ നമ്മുടെ വീട്ടിലിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. മോൻ എന്തൊക്കെയോ കിട്ടു മിട്ടു എന്നൊക്കെ എന്തൊക്കെയോ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലേതാ കിട്ടു മിട്ടു എന്നൊന്നും അറിയില്ല. 5 പേർക്കും പേരിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കപ്പയൊക്കെ പറിച്ചായിരുന്നു. കപ്പയപ്പം എലിയെല്ലാം തിന്ന് കുറച്ചേ കിട്ടിയില്ലായിരുന്നു, കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ താഴെ റബ്ബർ തോട്ടമുണ്ട്, അവിടെ കുറച്ച് കാന്താരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാന്താരി പറിക്കാൻ പോയി. മോനൊരു ചിരട്ടയിലായിട്ട് കാന്താരി പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പോയതാണ്. അവിടെ ഇവിടെയൊക്കെ എല്ലായിട്ട് കാന്താരി ഉണ്ട്. അപ്പം ഞാനും മോനും കൂടി പറിക്കാൻ ഇറങ്ങിയതാണ്. അവിടെ കുറച്ച് കാന്താരിയെല്ലാം പറിച്ചിട്ടായിരുന്നു നമ്മൾ വന്നത്. താഴെ തോടൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങോട്ട് താഴേക്ക് തോടും കുളമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കപ്പയൊക്കെ പറിച്ചു. അത് കഴിഞ്ഞ് ഇത്രയും കാന്താരി പറിച്ചു അമ്മ. അത് കഴിഞ്ഞ് ഉമ്മ റബ്ബർ പാൽ ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായി. അതെല്ലാം ഇതാണ് റബ്ബർ പാല് എല്ലാം ഡിഷിലാക്കി വെച്ചിട്ടുണ്ട്. അതാ പശു പോത്തിൻ്റെ തൊഴുത്ത്. വന്നാട് നമ്മൾ ഒരു കരിക്കെല്ലാം കൊത്തി കുടിച്ച് ദാഹിച്ച് ക്ഷീണം പിടിച്ചായിരുന്നു. പിള്ളേർക്കെല്ലാം വിശന്ന് അതിൻ്റെ പൾപ്പും വെള്ളമെല്ലാം കുടിച്ച് ക്ഷീണമെല്ലാം മാറ്റി. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമ്മൾ ചെറിയൊരു സദ്യ കഴിച്ചു. സദ്യ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ചോറും കറി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു. നമ്മൾ ജീപ്പിലായിരുന്നു പിന്നെ പോയത്. ഫുള്ള് കട്ട് റോഡായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു ഓഫ് റോഡിൻ്റെ ഒരു വൈബ് തന്നെയായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു പോകാൻ വേണ്ടി. ഒരേ കുലുക്കവും ഇതൊക്കെ ആയിരുന്നു. ഉപ്പയായിരുന്നു ജീപ്പ് ഓടിച്ചത്. ഇങ്ങോട്ട് ജീപ്പേ ഇറങ്ങൂല, കാറൊന്നും അധികം ഇറങ്ങൂല. ഭയങ്കര കുഴിയും കുണ്ടും കുഴിയൊക്കെ ആയതുകൊണ്ട് കാറൊന്നും അധികം ഇറങ്ങിപ്പോവില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇവിടുന്ന് കാണാനെല്ലാം.